UDF സർക്കാരിലെ മന്ത്രിമാരുടെ പ്രധാന ജോലി എന്താണ്? AGയെയും ഉമ്മൻചാണ്ടിയെയും വിമർശിച്ചതിന് കോടതിയെ പുലഭ്യം പറഞ്ഞു നടക്കലാണോ? എ ഗ്രൂപ്പ് ആൻഡ് കമ്പനി അതൊരു കൊട്ടേഷനായി തന്നെ നടപ്പാക്കുന്നു എന്ന പരാതിയാണ് ഉഴവൂർ വിജയന് ഉള്ളത്. മന്ത്രിമാരുടെ ഒരു പ്രധാന പണി എന്ന് പറയുന്നത് കോടതിയെ പുലഭ്യം പറയുക. പണ്ട് ഇടതുപക്ഷത്ത് ഉണ്ടായിരുന്ന ഒരു നേതാവ് എന്തോ ശുംഭൻ പറഞ്ഞപ്പോൾ എന്തൊരു ബഹളമായിരുന്നു. ശുംഭൻ വിളിച്ചു എന്ന് പറഞ്ഞൊരു മഹാപാപമാണ് ചെയ്തത്. അങ്ങേരെ വെടിവെച്ചു കൊല്ലണം, അതിനെതിരെ മലപ്പുറം കത്തി AK-47 എന്നൊക്കെ പറഞ്ഞിറങ്ങിയ ഉമ്മൻചാണ്ടി നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ജഡ്ജിമാരെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന മനുഷ്യൻ ഇന്ന് രാവിലെയും വൈകിട്ടും ഹൈക്കോടതി ജഡ്ജിമാരെ വെറുതെ വിടുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്ക് ജഡ്ജിയെ പുലഭ്യം പറയാനുള്ള ഒരു വകുപ്പ് കൂടി കൊടുത്താൽ തെറ്റില്ല. അത് KC ജോസഫിന് കൊടുത്താൽ നന്നായിരിക്കും. അദ്ദേഹമാണ് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ട്. ഉമ്മൻചാണ്ടി ആര് തൊട്ടാലും അന്നേരം അദ്ദേഹം ഉള്ള ആരോഗ്യം വെച്ച്, ആരോഗ്യം കുറവാണ് എങ്കിലും ഉള്ള ശക്തി വെച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ MM ഹസനൊക്കെ ഇന്നലെ ആരാണ്ടൊക്കെ UDFിലെ എല്ലാ നേതാക്കന്മാരും കോടതിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അവരെ അങ്ങനെ കുറ്റം പറയാൻ കഴിയുമോ? കാരണം AGയെ ഒരു ജഡ്ജി ഇങ്ങനെ വിമർശിക്കാൻ പാടുണ്ടോ? ഹൈക്കോടതി പറഞ്ഞതിൽ എന്താ തെറ്റ്? മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ തമിഴ്നാടിന്റെ കൂടെ നിന്ന ദണ്ഡപാണിയുടെ ആഫീസ് അടച്ച് പൂട്ടണമെന്നല്ലേ പറഞ്ഞത്? അതിലെന്താ തെറ്റിരിക്കുന്നത്? ദണ്ഡപാണിയെ മാത്രമല്ല, വേറെ ഒത്തിരി വക്കീലന്മാരുണ്ട്. വക്കീലന്മാരുടെ കാര്യമൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. അവരുടെ കഴിവിനെ കുറിച്ചും അറിഞ്ഞിടത്തോളം തീവ്രവാദി സംഘടനയുടെയും അതേപോലെ തന്നെ പല വിഭാഗത്തിൽ നിന്നുള്ളവരെ കൂട്ടിച്ചേർത്ത് LLB പോലും എല്ലാവർക്കും ഉണ്ടോ എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, മറ്റൊരു സംസ്ഥാനത്തെയാണ് 30% ആളുകൾക്ക് ഒറിജിനൽ LLB ഇല്ല. പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പ്രയാസമില്ല. നമ്മളിപ്പോൾ അബ്ദുൾ റബ്ബിനോട് പറഞ്ഞാൽ തന്നെ കുറച്ച് LLBയുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം തരപ്പെടുത്തി കൊടുക്കുന്ന ആളാണല്ലോ. പരീക്ഷ എഴുതുക അങ്ങനെ ബുദ്ധിമുട്ടിയൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ലാത്ത ഒരു സ്ഥിതി ഇവിടെ കേരളത്തിലുമുണ്ട്. അപ്പോൾ മാണി സാറാണ് നിയമമന്ത്രി. അദ്ദേഹം പാലായിലെ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ആരെങ്കിലും ചെറുപ്പക്കാർ വന്നാൽ പറയും, നിന്നെ ഞാൻ പ്രോസിക്യൂട്ടർ ആക്കൂടാ. അപ്പോൾ പറഞ്ഞു, ചേട്ടാ സാറേ ഞാൻ പരീക്ഷ എഴുതിയില്ല. സാരയില്ലടാ, അതൊക്കെ പിന്നെ എഴുതിയാൽ പോരെ, ആദ്യം ഞാൻ പ്രോസിക്യൂട്ടറാക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ ഈ നിയമരംഗത്തുണ്ട്. പരീക്ഷ പാസ്സാകാനാണോ അബ്ദുൾ റബ്ബിന്റെ കാലത്ത് പ്രയാസം? SSLCക്ക് കണ്ടവർക്കെല്ലാം A+ വാരിക്കോരി കൊടുത്ത് മികവ് തെളിയിച്ച റബ്ബിന്റെ സർക്കാർ കോടതിയിലെത്തിച്ച പ്രോസിക്യൂട്ടർമാരുടെ കാര്യം അതുകൊണ്ട് തന്നെ സംശയത്തിന്റെ നിഴലിലാണെന്ന് പറഞ്ഞതും മറ്റാരുമല്ല, കോടതി തന്നെ. അതുകൊണ്ട് കോടതിയെ ചീത്ത വിളിച്ച് രക്ഷപ്പെടാൻ കഴിയുമോ? ആരെങ്കിലും ചീത്ത വിളിക്കും മുമ്പ് രക്ഷപ്പെടാം. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.